അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്വലാത്തിനെയും ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെല്ലുന്ന ഒരു സ്വലാത്താണിത്. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഈ സ്വലാത്ത് ചെല്ലാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വിജയം തേടിത്തന്ന അത്രയ്ക്ക് പവർഫുൾ ഒരു സ്വലാത്താണിത്. നമ്മൾ ചോദിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് ഹയർ ആയിട്ടുള്ളതാണ് എങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ ഒരു സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കത് നേടിത്തരും. ഈ സ്വലാത്തിനാണെങ്കിൽ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര നേട്ടങ്ങളുണ്ട്. ഇതിൻ്റെ നേട്ടങ്ങൾ അറിഞ്ഞാൽ ഞാനല്ല നിങ്ങളായാൽ പോലും ഇത് മുടങ്ങാതെ ചൊല്ലിപ്പോകും. അത്രയ്ക്ക് അത്ഭുതമായിട്ടുള്ള ഒരു സ്വലാത്താണിത്. വിജയത്തിന്റെ സ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിനെ അറിയപ്പെടുന്നത്. ഈ സ്വലാത്ത് ഒരു വട്ടം ആരെങ്കിലും ഓതിയാൽ അവന് 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലിയാണ് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും എത്ര പവർഫുൾ ആയിട്ടുള്ള, എത്ര അത്ഭുതങ്ങളുള്ള ഒരു സ്വലാത്താണ് ഇതെന്ന്. ഈ സ്വലാത്തിന് എന്തുകൊണ്ടാണ് വിജയത്തിന്റെ സ്വലാത്ത് എന്ന് പേര് വരാൻ കാരണം എന്ന് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജുമായ്ക്ക് മുന്നേ 1000 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടും, വിജയിക്കും. നമ്മളൊരു കാര്യം മനസ്സിൽ നിയത്താക്കി വെച്ചിട്ട് ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഹൈറായിട്ടുള്ളത് ആണെങ്കിൽ നമ്മുടെ ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടും. കടങ്ങളെല്ലാം വീടും. വീട് പണി പാതി വഴിയിൽ നിർത്തി വെച്ചിരിക്കുന്നു, ലോണിൽ കുടുങ്ങിക്കിടക്കുന്നു, മക്കളുടെ വിദ്യാഭ്യാസം, കല്യാണം, എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അതെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് ഈ ഒരു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. ഈ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന് പൂർണ്ണമായ സമാധാനം നൽകും. സ്വലാത്ത് ഏതാണെന്ന് വെച്ചാൽ സ്വലാത്തുൽ സാദ. ആ സ്വലാത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത്രയ്ക്ക് പവർഫുൾ, അത്രയ്ക്ക് മഹത്വമേറിയിട്ടുള്ളൊരു സ്വലാത്താണിത്. നമ്മൾ ആരും തന്നെ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യാതിരിക്കുക. കാരണം അതിനുള്ള തിരിച്ച് ഉള്ള ഒരു ഭാഗം, ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും. പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ള സമയമായിരിക്കും. അതുകൊണ്ട് ആരും തന്നെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാതിരിക്കുക. ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് ഉറപ്പായിട്ടും സാധിച്ചു തരുക തന്നെ ചെയ്യും. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വലാത്താണിത്. പിന്നീട് നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തുപോയ തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഏറ്റുപറയുക. എന്നിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും.